2026 JEE മെയിൻ ഫേസ് 1 ജാനുവരി 23 മോർണിംഗ് ഷിഫ്റ്റിലെ കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ മൂന്നാമത്തെ ചോദ്യം, ദ കറക്റ്റ് ട്രെൻഡ് ഇൻ ദ ഫസ്റ്റ് അയണേഷൻ എൻതാൽപ്പീസ് ഓഫ് ദ എലമെന്റ്സ് ഇൻ ദ തേർഡ് പീരിയഡ് ഓഫ് പീരിയോഡിക് ടേബിൾ എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് നമ്മുടെ പീരിയോഡിക് ടേബിൾ എന്നുള്ള ചാപ്റ്ററിലെ അയോണേഷൻ എൻതാൽപ്പി എന്നുള്ള ടോപ്പിക്കിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോഴത്തേക്കും ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് സെയിം ഷെല്ലിൽ തന്നെയാണ്. പിന്നെ എന്താ വ്യത്യാസം? ന്യൂക്ലിയസിൽ നിന്നുള്ള അട്രാക്ഷൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്. ന്യൂക്ലിയർ അട്രാക്ഷൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ ചാർജ് കൂടി, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ന്യൂക്ലിയർ അട്രാക്ഷൻ കൂടി. അപ്പോൾ ഇലക്ട്രോണിനെ ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷനിൽ നിന്ന് വേർപെടുത്താൻ ആവശ്യമായ അയോണേഷൻ എനർജിയും കൂടും. കൂടുതൽ അട്രാക്ഷൻ ന്യൂക്ലിയസിനോടുണ്ടെങ്കിൽ കൂടുതൽ അയണേഷൻ എനർജി ആവശ്യമായിട്ട് വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഏറ്റവും കൂടുതൽ അയണേഷൻ എൻതാൽപ്പി കുറവുള്ള ആൾ, ഏറ്റവും കുറവ് അയണേഷൻ എൻതാൽപ്പി ഉള്ള ആൾ അലുമിനിയം ആയിരിക്കും. അലുമിനിയത്തിൽ നിന്ന് മുൻപോട്ട് ഓരോ എലമെൻറ്റിലേക്ക് പോകുമ്പോഴത്തേക്കും അയണേഷൻ എൻതാൽപ്പി കൂടി വരും. സോ അലുമിനിയത്തേക്കാൾ കൂടുതലായിരിക്കും സിലിക്കൺ, സിലിക്കണിനേക്കാൾ കൂടുതലായിരിക്കും ഫോസ്ഫറസ്. പക്ഷെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ഫോസ്ഫറസിനേക്കാൾ കുറച്ച് കുറവാണ് സൾഫറിന്. പിന്നെ അഗെയിൻ ക്ലോറിന് സൾഫറിനേക്കാൾ കൂടുതൽ. എന്തുകൊണ്ടാണ് ഫോസ്ഫറസിന് എക്സെപ്ഷണലി ഹൈ അയോണേഷൻ എൻതാൽപ്പി ഉണ്ടായത്? കാരണം ഫോസ്ഫറസിൻ്റെ ബാലൻഷ്യൽ കോൺഫിഗറേഷൻ വരിക 3s2 3p3 എന്ന. 3p3യുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം, ഇതൊരു ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ അല്ലേ. ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ആകുമ്പോൾ ഇത് എക്സ്ട്രാ സ്റ്റേബിൾ കോൺഫിഗറേഷൻ അല്ലേ. ഹാഫ് ഫിൽഡ് സ്റ്റെബിലിറ്റി അല്ലേ, എക്സ്ട്രാ സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആയതുകൊണ്ട് തന്നെ ഈ കോൺഫിഗറേഷൻ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ട അയോണേഷൻ എനർജി കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അപ്പോൾ ഫോസ്ഫറസിന് അതിൻ്റെ തൊട്ടടുത്തുള്ള 2 എലമെൻറ്റുകളേക്കാൾ അയോണേഷൻ എൻതാൽപ്പി കൂടുതലായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോസ്ഫറസിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവിടെ നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഏതാ വരിക? ഏറ്റവും കൂടുതൽ ക്ലോറിൻ, പിന്നെ ഫോസ്ഫറസ്, പിന്നെ സൾഫർ, സിലിക്കൺ, അലുമിനിയം. ക്ലോറിൻ, ഫോസ്ഫറസ്, സൾഫർ, സിലിക്കൺ, അലുമിനിയം. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ.